തെർമോഡൈനമിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോ പറയുന്നത്. തെർമോഡൈനമിക്സ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്, ഹീറ്റും ടെമ്പറേച്ചറുമായി ഡീൽ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ തെർമോഡൈനമിക്സ് 3 ലോസ് തെർമോഡൈനമിക്സിനുണ്ട്. 0th law ഓഫ് തെർമോഡൈനമിക്സ്, when two systems are in each thermal equilibrium with third system, the first two systems are in thermal equilibrium with each other. അതായത് രണ്ട് സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയം ആണ് മൂന്നാമത്തെ ഒരു സിസ്റ്റത്തിനാണെങ്കിൽ ആദ്യത്തെ ആ രണ്ട് സിസ്റ്റവും എന്താണ്, തമ്മിലൊരു തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടാവും. പിന്നെ പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, അത് ബേസ് ചെയ്യുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജീനെ ബേസ് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത്. അതായത് എനർജി neither be created or not destroyed. The change in system's internal energy is equal to difference between heat added to system from its surroundings and work done by system on its surroundings. സോ ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ബേസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ എനർജീനെയാണ്. സോ നെക്സ്റ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാൽവിൻസ് പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്ലോഷിസ് സ്റ്റേറ്റ്മെൻറ്റ്. കാൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഹീറ്റ് എൻജിൻ ടു പ്രൊഡ്യൂസ് എ നെറ്റ്വർക്ക് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ ഇഫ് ഇറ്റ് എക്സ്ചേഞ്ചസ് ഹീറ്റ് ഓൺലി വിത്ത് ബോഡീസ് അറ്റ് എ സിംഗിൾ ഫിക്സഡ് ടെമ്പറേച്ചർ. ഒരു ഹീറ്റ് എൻജിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു കംപ്ലീറ്റ് സർക്കിൾ, അതായത് ഇഫ് ഇറ്റ് എക്സ്ചേഞ്ച് ഹീറ്റ് ഓൺലി വിത്ത് ബോഡീസ്, ഒരു സിംഗിൾ ഫിക്സഡ് ടെമ്പറേച്ചറിൽ മാത്രമാണ് ഒരു എന്താണ് ഹീറ്റ് എൻജിന് അതിൻ്റെ എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആണ്, അതായത് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കോൾഡ് ബോഡിയിൽ നിന്ന് വാമർ ബോഡിയിലേക്ക് എടുത്തിട്ട് ഒരു സൈക്കിളായി ഓപ്പറേറ്റ് ചെയ്യുന്നതിന് എന്താണ് ഇമ്പോസിബിൾ ആണ് ഒരു ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ ആ ഒരു ബേസിൽ. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം കോൾഡ് ബോഡി ടു വാമർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തൗട്ട് കൺസ്യൂമിങ് എനി വർക്ക്, ഒരു വർക്കും ചെയ്യാതെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. ഫോർ ആൻ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ കംപ്രസർ ഈസ് ഡ്രിവൺ ബൈ ആൻ എക്സ്റ്റേണൽ സോഴ്സ്. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ റെഫ്രിജറേറ്റർ ഒരിക്കലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും. ഇത് രണ്ടും ക്ലോഷി സ്റ്റേറ്റ്മെൻറ്റിൽ റെഫറായിട്ടാണ് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത്, ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും.